محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. صدق الله العظيم. സഹൃദയരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശാലവും വിസ്മയാവഹവുമായ ഒരു പ്രപഞ്ചത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തലക്ക് മുകളിലും കാലിന് കീഴിലുമായി സംവിധാനിക്കപ്പെട്ടിട്ടുള്ള ഈ മഹാപ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിലെ അത്ഭുതാവഹമായ പ്രതിഭാസങ്ങളിൽ ഇവിടെ നിമിഷങ്ങളിലും മണിക്കൂറുകളിലും ദിവസങ്ങളിലും മാസങ്ങളിലും വർഷങ്ങളിലുമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങളിലും മാറ്റങ്ങളിലും എല്ലാം ചിന്തിക്കുന്നവർക്ക്, ശ്രദ്ധിക്കുന്നവർക്ക് ധാരാളം പാഠങ്ങൾ ലഭിക്കുന്നതാണ്. കണ്ണുണ്ട് കാണാൻ കഴിയാത്ത അന്ധനെപ്പോലെ, കാതുണ്ട് കേൾക്കാൻ കഴിയാത്ത ബധിരനെപ്പോലെ, കൽബുണ്ട് ചിന്തിക്കാൻ കഴിയാത്ത കേവല മൃഗത്തെപ്പോലെ, നിന്റെ ജീവിതത്തിനും നിന്റെ ഭാവി ഭാസുരതക്കും ഉതകുന്ന എണ്ണമറ്റ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ, രഹസ്യങ്ങൾ നിറഞ്ഞുകിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നീ സഞ്ചരിച്ചു പോകരുത്, കഴിഞ്ഞുകൂടരുത്. നീ തന്നെ ഒരു വലിയ അത്ഭുതത്തിൻ്റെ സൃഷ്ടിയാണ്. വഫീ അൻഫുസിക്കും വഫിൽ ആഫാഖ്. ചിന്തിക്കാൻ, നിരീക്ഷിക്കുവാൻ നീ സന്നദ്ധനാണ് എങ്കിൽ നിന്നിൽ തന്നെ പഠിച്ചാൽ തീരാത്ത പാഠങ്ങളുണ്ട്. നിന്റെ ഓരോ അവയവും
ഈ അവയവങ്ങളെല്ലാം ഒത്തുകൂടിയ ഈ സുന്ദര ശരീരം, ആ ശരീരത്തിൽ നിക്ഷിപ്തമായി കിടക്കുന്ന രഹസ്യങ്ങളും അതെല്ലാം നിന്നെ കണ്ണു തുറപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന പാഠങ്ങളുള്ള, രഹസ്യങ്ങളുള്ള, അത്ഭുതങ്ങളുള്ള ഒരു മഹാപ്രപഞ്ചമാണ് മനുഷ്യനായ നീ തന്നെ. ഈ മനുഷ്യപ്രപഞ്ചം കൈകാര്യം ചെയ്തും ഉപയോഗിച്ചും കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചം അതതിനേക്കാൾ വലിയ അത്ഭുതത്തിൻ്റെ, ആശ്ചര്യത്തിൻ്റെ, പാഠങ്ങളുടെ വിളനിലമാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും സംവിധാനത്തിലും, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ മാറി മാറി വരുന്നതിലും വ്യത്യാസങ്ങളിലും, ലആയാത്തിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് കോരിയാൽ തീരാത്ത പാഠങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവർ ഈ മഹാപ്രപഞ്ചമാകുന്ന കരയും അടിയും കാണാൻ കഴിയാത്ത ഈ മഹാപ്രപഞ്ചമാകുന്ന സാഗരത്തിൽ ഊളിയിട്ട് ചെല്ലുമ്പോൾ അവരുടെ മുമ്പിൽ ദൃശ്യമാകുന്ന അത്ഭുതങ്ങൾ കണ്ട് അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും മനസ്സിലാക്കി ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംവിധായകനും സംരക്ഷകനുമായ അല്ലാഹുവിനെ യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നും അഥവാ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും, ജീവിതത്തിന്റെ ഓരോ മേഖലയിലും അവർ ഈ പ്രപഞ്ചത്തിന്റെ സംവിധായകനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സംവിധായകനെ സ്തുതിച്ചും കൊണ്ടും പ്രകീർത്തിച്ചും കൊണ്ടിരിക്കുന്നു. അവനോടുള്ള ഭക്തി ബഹുമാനത്തിന്റെ പേരിൽ അവന്റെ മുമ്പിൽ സാഷ്ടാംഗമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമാന്മാർക്ക് ധാരാളം പാഠങ്ങളുള്ള ഒന്നാണ് ഈ പ്രപഞ്ചം. അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവരെപ്പോഴും ചിന്തിക്കുന്നതും പഠിക്കുന്നതും പരിശോധിക്കുന്നതും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ്. ആ പ്രപഞ്ചത്തെ പഠിച്ച് 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 ബഹുദൂരം ചെല്ലുമ്പോൾ അത്ഭുതത്തിന്റെ, ആശ്ചര്യത്തിന്റെ മഹാനിധികൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവര് പറഞ്ഞു പോകുന്നു, റബ്ബനാ, ഞങ്ങളുടെ നാഥ, മാ ഖലഖ്ത ഹാദാ ബാത്തില, ഈ മഹാപ്രപഞ്ചം നീ അലക്ഷ്യമായി അകാരണമായി സൃഷ്ടിച്ചതല്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനും ഇത് സംവിധാനിച്ചതിനും ഇത് ഈ നിലയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനുമൊക്കെ പിന്നിൽ ഒരു വലിയ ഒട്ടനേകം വലിയ ലക്ഷ്യങ്ങളുണ്ട്, വലിയ ഉദ്ദേശ്യങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുരൂപമായിട്ടാണ് ഈ പ്രപഞ്ചം നീ സൃഷ്ടിച്ചിട്ടുള്ളത്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ, നീ എത്ര പവിത്രൻ, നീ എന്തുമാത്രം കുറ്റമറ്റവൻ. വഖിനാ അദാബന്നാർ, ഈ പ്രപഞ്ചത്തിലെ ചെറിയ ഒരു ജീവിക്ക് വേണ്ടി ഈ മഹാപ്രപഞ്ചം ഔദാര്യപൂർവം കനിഞ്ഞരുളിത്തന്ന നിന്നോട് ഞാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. നിന്റേതല്ലാത്ത ഒരു പുൽക്കൊടി പോലും എന്റെ ജീവിതത്തിന് ഇവിടെ ഇല്ലല്ലോ.
ഞാൻ ശ്വസിക്കുന്ന വായു നിന്റേത് മാത്രം, ഞാൻ കുടിക്കുന്ന വെള്ളം നിന്നിൽ നിന്ന് മാത്രം, ഞാൻ കഴിക്കുന്ന ആഹാരം അത് നിന്റേത് മാത്രം, ഞാൻ പലവിധത്തിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ണ് ഭൂമി അതൊരിഞ്ചുമൊഴിയാതെ നിന്റെ സൃഷ്ടി നിന്റേത് മാത്രം. എനിക്ക് ചൂടേകിക്കൊണ്ട് സഞ്ചരിക്കുന്ന സൂര്യനും എനിക്ക് പ്രഭ പകർന്നു തന്നുകൊണ്ട് ഉദിച്ചുയർന്ന് സഞ്ചരിക്കുന്ന ചന്ദ്രനും എന്റെ ജീവിതവുമായി അവേദ്യമാം വണ്ണം ബന്ധപ്പെട്ട് അങ്ങുമിങ്ങും ഇടതടവില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങളും ഇതെല്ലാം നിന്റേത് മാത്രം. ആകാശലോകത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു, വായുമണ്ഡലത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു, ഭൂഗോളത്തിലിറങ്ങി ഞാൻ ആലോചിച്ചു, കടലിലും കരയിലും കാട്ടിലും ഞാൻ സഞ്ചരിച്ചു. ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനെന്ന നിലക്ക് എനിക്ക് എത്തിപ്പെടാവുന്ന വിദൂര മേഖലകളിലോളം ഞാൻ പരമാവധി എത്തിപ്പെട്ടു. അവിടങ്ങളിലൊന്നും നിന്റേതല്ലാത്ത ഒരു വസ്തുവും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എണ്ണമറ്റ ഈ വസ്തുവകകളെല്ലാം നിന്റേത്. ഈ നിന്റേത് മാത്രമാകുന്ന ഈ വസ്തുക്കളിൽ ഒന്നിന്റെയെങ്കിലും ഒരു അസാന്നിധ്യം സംഭവിച്ചാൽ, ഒന്നെങ്കിലും കിട്ടാൻ സ്വൽപ്പം പിന്തിപ്പോയാൽ എന്റെ ജീവിതം എത്രമാത്രം ദുഷ്കരമായിത്തീരും. അഹോ, 6 മാസം നിരന്തരം എന്റെ കാരുണ്യത്തിന്റെ ആ ജലഗണങ്ങളാകുന്ന പേമാരി വർഷിച്ച് എല്ലാം പൂല് നിറഞ്ഞു കിടന്നിട്ട് ഒരു 3-4 മാസം തുടർച്ചയായി വെയിലറിച്ചു. അപ്പോഴേക്കും എന്റെ കൃഷിയിടങ്ങളൊക്കെ വരണ്ടു. അപ്പോഴേക്കും എന്റെ ഭൂപ്രദേശങ്ങളൊക്കെ തകർന്നു. അപ്പോഴേക്കും ഞാനും ഞാൻ ഉൾക്കൊള്ളുന്ന ജീവജാലങ്ങളും തൊണ്ട വരണ്ട് മരിക്കാൻ തുടങ്ങി. ഈ ജലം അതൊരു ദിവസേന ഏതാനും ദിവസങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ ജീവിതം എത്ര പ്രയാസകരം. വായു 5 സെക്കൻഡ് അതെനിക്ക് ലഭിച്ചില്ലെങ്കിൽ എനിക്ക് ഈ ഭൂമിയിൽ ജീവിതം സാധ്യമാണോ? എന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അത്രമാത്രം ആധാരമായ ഈ വായു അത് എത്ര നിഷ്പ്രയാസം എനിക്ക് കിട്ടുന്നു. ഈ പ്രപഞ്ചത്തിൽ എവിടെ ചെന്നാലും എനിക്കത് കിട്ടുന്നു, എമ്പാടും കിട്ടുന്നു. ആരോടും അനുവാദം ചോദിക്കണ്ട അത് ശ്വസിക്കാൻ, ആർക്കും അരക്കാശ് വില കൊടുക്കണ്ട അത് ഉപയോഗിക്കാൻ, കിട്ടാൻ. ഒരു വിരലനക്കം പോലും അധ്വാനിക്കേണ്ടതില്ല എനിക്ക് അത് പ്രാപിക്കാൻ. എന്റെ ജീവിതത്തിന്റെ അടിയാധാരമായി നിൽക്കുന്ന ഈ വായു ഈ പ്രപഞ്ചത്തിലുടനീളം എനിക്ക് ശ്വസിക്കാവുന്ന ഉപയോഗിക്കാവുന്ന പാകത്തിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള നീ, ഇങ്ങനെ ഞാൻ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നിന്റേത്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നിന്റേതെന്നതുപോലെ തന്നെ എനിക്ക് വേണ്ടി മാത്രം. ഈ പ്രപഞ്ചത്തിലെ ചെറിയ ഒരു സൃഷ്ടിയാണ് ഞാൻ. ഈ പ്രപഞ്ചത്തിൽ നിന്റെ ജീവജാലങ്ങൾ കോടാനുകോടി ജീവജാലങ്ങളിൽ ഒന്നു മാത്രമാണ് ഞാൻ. കോടാനുകോടി ജീവജാലങ്ങളിൽ ഒന്നു മാത്രവും സൃഷ്ടികളിൽ വളരെ നിസ്സാരനുമായ എനിക്ക് വേണ്ടിയാണല്ലോ ഈ മഹാപ്രപഞ്ചം നീ സൃഷ്ടിച്ചത്. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമിഅ. ഹുവല്ലദീ അവനത്രേ ഖലഖലകും നിങ്ങൾക്കായി സൃഷ്ടിച്ചു വെച്ചത്. നിങ്ങളെന്ന് പറയുന്നത് മനുഷ്യമക്കളാണ്. മനുഷ്യപുത്രന്മാരായ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മാഫിൽ അർളി ജമിഅ, ഈ ഭൂമിയിലുള്ള എല്ലാം. ഇവിടെ ഭൂമി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം മഹാപ്രപഞ്ചം.
ഭൂമിയും ആകാശവും കടലും കരയും കാടും മേടും എല്ലാം ഉൾപ്പെടുന്ന ഈ വിശാല പ്രപഞ്ചം, ഈ പ്രപഞ്ചം, അതിലുള്ള സകലതും അതിലെ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മനുഷ്യന് വേണ്ടി മാത്രം സൃഷ്ടിച്ചതായ അല്ലാഹു വഖിനാ അദാബന്നാർ. ഇങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ ജീവിതത്തിന്റെ ഒരു സെക്കൻഡിൽ എങ്കിലും നന്നെ മറക്കാൻ എനിക്ക് കഴിയുമോ അല്ലാഹുവേ? നിന്നെ ഓർക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ സൃഷ്ടാവേ? നിന്റെ കൽപ്പനക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുമോ? ബുദ്ധി ഒരിത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അല്ലാഹുവേ, നീ വെറുക്കുന്ന ഒരു വിരലനക്കമെങ്കിലും എനിക്ക് നടത്താൻ സാധിക്കുമോ കരുണാവാരുതേ? ഓ, അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ എന്നിൽ അറിഞ്ഞും അറിയാതെയും എത്രമാത്രം തെറ്റുകൾ വന്നുപോയിട്ടുണ്ട്, എത്രമാത്രം കുറ്റങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, ചെയ്തു പോയിട്ടുണ്ട്, എത്രമാത്രം എന്റെ കൽപ്പനകൾക്ക് നേരെ ഞാൻ മുഖം തിരിഞ്ഞു നിന്നിട്ടുണ്ട്. നീ വിരോധിച്ച കാര്യങ്ങൾ എന്തൊക്കെ എന്നിൽ നിന്നും സംഭവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തിലുള്ള എന്റെ ജീവിതം നീതീകരിക്കാൻ പറ്റാത്തതായി പോയല്ലോ. വഖിനാ അദാബന്നാർ. കരുണാവാരിധിയായ അല്ലാഹുവേ, നരകാഗ്നിയിൽ എന്നെ നീ ഇട്ട് കരിക്കല്ല. ഈ നിത്യേന അനുനിമിഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 1000 അനുഗ്രഹങ്ങൾ ഒരു നൈമിഷികമായ താൽപര്യത്തിന്റെ പേരിൽ, സുഖത്തിന്റെ പേരിൽ ഉപേക്ഷിച്ച് മറന്നു കഴിഞ്ഞ ഞാൻ നരകവാസിയല്ലെങ്കിൽ മറ്റാരാണ് നരകവാസി? പടച്ചവനെ, എന്നെ നരകത്തിൽ നിന്നും നീ രക്ഷിക്കണം. ഈ അർത്ഥം വരുന്ന ആയത്തുകൾ പാതിരാവിന്റെ പകുതിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾ അന്തം വിട്ട് കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടിലിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നു. ആ കുടിലിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് ശാന്തമായി ഒരു ഇടത്ത് ചെന്ന് കുറെ നേരം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ കൽബിന്റെ അകത്തുള്ള കണ്ണുകൊണ്ടും മുഖത്തുള്ള കണ്ണുകൊണ്ടും കണ്ടുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, ഈ ലോകത്ത് മാത്രം നീ എനിക്ക് ചെയ്തു വെച്ചിട്ടുള്ള, ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നെ വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, നിങ്ങൾക്ക് 1000 തവണ പുനർജന്മം കിട്ടുമെങ്കിൽ ആ 1000 തവണത്തെ അവസരങ്ങളും ഉപയോഗപ്പെടുത്തി ദിനരാത്രങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന ജീവിത സൗകര്യങ്ങൾ എണ്ണിയാൽ ഒതുക്കി തീർക്കാൻ, അവസാനിപ്പിക്കാൻ കഴിയാത്തവണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി അനുഗ്രഹങ്ങളാകുന്ന പേമാരി കൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധമുള്ള മനുഷ്യന് അല്ലാഹുവിനെ മറന്ന് അവന്റെ കൽപ്പനകൾ ലംഘിച്ച് ഇസ്ലാമിന് വിരുദ്ധമായ ജീവിതം നയിക്കുക സാധ്യമല്ല. അതുകൊണ്ട് അടിക്കടി ഖുർആൻ മുഅ്മിനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, നീ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് ചിന്തിക്കണം. അവിടുത്തെ സംഭവങ്ങളെക്കുറിച്ചും അവിടുത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ചും നീ പഠിച്ചുകൊണ്ടും പരിശോധിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഇരിക്കണം. നീ ചിന്തിക്കാത്ത മൃഗമായി ഒരിക്കലും ഈ ഭൂമുഖത്ത് ജീവിച്ചു പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ അടിക്കടി അതുകൊണ്ടാണ് നമ്മെ ഉണർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിനു പുറമെ ഈ വിശാല പ്രപഞ്ചം ഏകനായ അല്ലാഹുവിൻ്റേത് മാത്രമാണ്. അല്ലാഹു അല്ലാത്ത വേറൊരാൾക്കും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലോ ഇതിന്റെ നടത്തിപ്പിലോ ഇതിന്റെ പരിപാലനത്തിലോ ഇതിന്റെ മറ്റു വിഷയ സംരക്ഷണത്തിലോ ഒരു പങ്കുമില്ല, ഒരു പങ്കാളിത്തവുമില്ല. എല്ലാം അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തം. ഒരു പങ്കാളിത്തവും ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിൽ മാത്രമാണ് ഈ മഹാപ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത്. അവൻ എന്തുദ്ദേശിക്കുന്നു അത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. മറ്റാരെന്തുദ്ദേശിച്ചാലും നടക്കുകയില്ല. അവൻ എന്ത് ആഗ്രഹിക്കുന്നു അത് മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ. മറ്റാരെന്താഗ്രഹിച്ചാലും ഇവിടെ സംഭവിക്കുകയില്ല. ഈ ലോകത്ത് സംഭവിക്കുന്ന ഏത് നന്മയും ഏത് തിന്മയും അത് അല്ലാഹുവിൽ നിന്ന് മാത്രം, മറ്റാരിൽ നിന്നുമല്ല എന്ന് വിശ്വസിക്കേണ്ടത് ഒരു മനുഷ്യൻ മുസ്ലിം ആകാനുള്ള 6 ഉപാധികളിൽ ഒരു ഉപാധി നിർബന്ധ ഉപാധിയാണ്. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഈമാൻ കാര്യം 6ആണെന്ന് നാം പറയാറുണ്ട്, വിശ്വസിക്കുന്നു. ആ 6ാമത്തെ കാര്യം വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല എന്നാണ്. നന്മയും തിന്മയും നിർണയിക്കുന്നതും ഈ പ്രപഞ്ചത്തിൽ എന്നും എവിടെയും സംഭവിക്കുന്ന ഏത് നല്ല കാര്യവും ഏത് ചീത്ത കാര്യവും മനുഷ്യന് ഗുണമാവട്ടെ ദോഷമാവട്ടെ മിനല്ലാഹി തആല, അത് അല്ലാഹുവിന്റെ ഉദ്ദേശത്തോടും അറിവോടും അനുവാദത്തോടും കൂടി മാത്രമാണ്. അവൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം ലോകം മുഴുവൻ ഉദ്ദേശിച്ചാലും നടക്കില്ല. അവൻ ഉദ്ദേശിച്ച ഒരു കാര്യം ലോകം മുഴുവൻ വേണ്ടെന്ന് വെച്ചാലും നടക്കില്ല. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. ഈ ആയത്തിന്റെ സാരമെന്ന വണ്ണം പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിയ ലിമാ അഅ്തൈത, നീ എനിക്ക് ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അത് വേണ്ടെന്ന് വെക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യല്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ ഞങ്ങൾക്ക് തരില്ല, തരേണ്ടതില്ല എന്ന് തീരുമാനിച്ചൊരു കാര്യം അതിനെന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് നേടിത്തരാനും ഞങ്ങൾക്ക് വകവെച്ചു തരാനും ലോകത്തൊരു ശക്തിക്കും സാധ്യല്ല. വലാ മുബദ്ദില ലിമാ ഹകംത, നിന്റെ തീരുമാനത്തിന് ഭേദഗതി വരുത്താൻ ഇവിടെ ആർക്കും സാധ്യമല്ല. വലാ റാദ്ദ ലിമാ ഖളൈത, നിന്റെ വിധി തട്ടിമാറ്റാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എല്ലാം നിന്നിൽ നിക്ഷിപ്തം. ഇത് തന്നെയാണ് വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഈ വിധം ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ സകല സംഭവവികാസങ്ങളും അല്ലാഹുവിന്റെ കയ്യിൽ മാത്രം, അവന്റെ ഉദ്ദേശങ്ങൾക്ക് അനുസൃതം മാത്രം. വേറെ ആർക്കും ഈ പ്രപഞ്ചത്തിൽ ഒരവകാശവുമില്ല, ഒരധികാരവുമില്ല, ഒരു വിധത്തിലുള്ള പവറുമില്ല. എല്ലാ അധികാരവും എല്ലാ പവറും ആ ശക്തിയിൽ മാത്രം നിക്ഷിപ്തം. ഇങ്ങനെ വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾ നിർബന്ധിതരാണ്. അഥവാ അതാണ് അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ളൊന്ന്. ഇങ്ങനെ വിശ്വസിക്കുന്നവർ പിന്നെ മറ്റു പല മതക്കാരും വിശ്വസിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ പല സംഭവങ്ങളും പലരുടെയും വകയായിട്ടാണ് സംഭവിക്കുന്നത് എന്നൊക്കെ വിശ്വസിച്ചു പോകുന്നുവെങ്കിൽ അതൊക്കെ അവരുദ്ദേശിച്ചാൽ നടക്കുന്നതും നടക്കാത്തതുമാണ് എന്ന് ഉദ്ദേശിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ, അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അനാചാരങ്ങളും മറ്റും നടക്കുന്നുവെങ്കിൽ അത് ഈ സമുദായത്തിന്റെ അകത്ത് ഇന്നും ശക്തമായി നിലനിൽക്കുന്ന ജഹാലത്തിന്റെ അറിവുകേടിന്റെ കാരണത്താലാണ് എന്ന് പറയാതെ നിർവാഹമില്ല. ഈ അറിവുകേടാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഏറ്റവും വലിയ അബദ്ധത്തിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രപഞ്ചം ലില്ലാഹ്, അല്ലാഹുവിന്റെ ഉടമയിൽപ്പെട്ടതാണ്. സൃഷ്ടിച്ചത് അവനാണ്.
ഓരോന്നിനും അതിൻ്റെതായ കഴിവുകളും അതിൻ്റെതായ പവറുകളും നൽകിയത് അവനാണ്. എല്ലാം ഒരു ചെറിയ പുൽക്കൊടി മുതൽ മഹാഗോളങ്ങൾ വരെയുള്ള എണ്ണമറ്റ വസ്തുക്കൾ അത്രയും അവന്റെ ഉടമയിൽപ്പെട്ടതാണ്. വേറാർക്കും ഒരു ഉടമാവകാശവും ഇവിടെയില്ല. ഇത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മലക്കിതിന്റെ ഉടമാവകാശികളല്ല, മനുഷ്യരിതിന്റെ ഉടമാവകാശികളല്ല, ജിന്നുകളാരും ഇതിന്റെ ഉടമാവകാശികളല്ല. മനുഷ്യരിൽ പണ്ഡിതന്മാരോ പ്രവാചകന്മാരോ അതിനേക്കാൾ മഹാന്മാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊന്നും തന്നിഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാവുന്ന വിധത്തിൽ ഉള്ള ഉടമാവകാശം ആർക്കുമില്ല, ഏകനായ അള്ളാഹുവിന് മാത്രം. അള്ളാഹുവിന്റെ ഉടമയിൽപ്പെട്ടത് ആണ് ഈ മഹാപ്രപഞ്ചമെങ്കിൽ അവന്റെ ഉടമയിൽപ്പെട്ട ഈ പ്രപഞ്ചത്തിൽ അവന്റെ ഇംഗിതമേ നടക്കൂ, അവന്റെ ഇഷ്ടമേ സംഭവിക്കാവൂ. അവന്റെ ഇംഗിതത്തിന് വിരുദ്ധവും അവന്റെ ഇഷ്ടത്തിന് വ്യത്യസ്തവുമായ ഒരു ഇംഗിതം, ഒരിഷ്ടം ഇവിടെ നടത്തുന്നത് രാജ്യദ്രോഹമാണ്. ദേശീയ വിരുദ്ധം എന്ന് നാം പറയുന്നത് പോലെ ദേശവിരുദ്ധമാണ്. ഈ അള്ളാഹുവിന്റെ ഉടമയിൽ മാത്രമുള്ള ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനാരാണ്? സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ മനുഷ്യനാണല്ലോ. ഈ മനുഷ്യന് വേണ്ടിയാണല്ലോ ഈ മഹാപ്രപഞ്ചം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം അർത്ഥശൂന്യമാകും എന്നാണ് മഹാന്മാര് പറയുന്നത്. മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ എന്തിനിവിടെ സൂര്യൻ? കാരണം സൂര്യന്റെ ഉദയവും ചലനവും അസ്തമനവും മനുഷ്യജീവിതത്തെ നിലനിർത്തുവാൻ വേണ്ടിയാണ്. ആ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട കൃഷിക്ക് വേണ്ടിയും ജലാശയത്തിന് വേണ്ടിയും മറ്റുമൊക്കെയാണ് സൂര്യൻ ചലിക്കുന്നത്. മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ സൂര്യന്റെ ഉദയാസ്തമനത്തിന് ഉണ്ടായിരുന്നില്ല. മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിക്കെന്തർത്ഥം? ആർക്ക് വേണം ഇവിടെ ഭൂമി? മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഈ കടലിനും കരക്കും എന്തർത്ഥം? ആ വിധം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഈ ഭൂമി, ആ ഭൂമിയിൽ മനുഷ്യൻ ആരാണ്? കുറച്ച് ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ മാത്രം ഉടമയിൽപ്പെട്ടതാണ് ഈ പ്രപഞ്ചം, ഈ ലോകം. ഈ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിൽപ്പെട്ട ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ആരാണ്? മനുഷ്യൻ അള്ളാഹുവിന്റെ ഖലീഫയാണ്, അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഗ് വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ആരംഭത്തിൽ അല്ലാഹു തആല മലക്കുകളോട് അറിയിച്ചു, ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ എന്റെ പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. ഞാൻ ആഗ്രഹിച്ച എന്റെ ആഗ്രഹങ്ങളും എന്റെ ഇംഗിതവും എന്റെ ഉദ്ദേശവും അക്ഷരം പ്രതി പാലിക്കുവാൻ അർഹതയും യോഗ്യതയും കഴിവുമുള്ള, ഞാൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടത്തിന്റെ തനി പകർപ്പായി ജീവിക്കുവാൻ സാധ്യതയുള്ള, എന്റെ ഉത്തരവാദപ്പെട്ട നേരിട്ടുള്ള എന്റെ സ്വന്തം പ്രതിനിധിയെ ഞാൻ നിശ്ചയിക്കുകയാണ് ഭൂമിയിൽ. ആരാണ് ഈ പ്രതിനിധി? അത് മനുഷ്യനാണ്. ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ. ഖാലൂ, അവര് ചോദിച്ചു, ഖാലൂ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഗ് വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ആകാശഭൂമി വ്യത്യാസമന്യേ ഈ പ്രപഞ്ചത്തിലുടനീളം നിന്നെ പുകഴ്ത്തിയും നിന്നെ വാഴ്ത്തിയും നിന്നെ ആരാധിച്ചും കോടി മലക്കുകളാവുന്ന ഞങ്ങളുണ്ടായിരിക്കെ എന്നെ വാഴ്ത്താനും പുകഴ്ത്താനും നിന്നെ ആരാധിക്കുവാനും ഒരു പുതിയ സൃഷ്ടിയുടെ ആവശ്യം എന്താണ് അല്ലാഹുവേ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുവാനും നാശങ്ങൾ വിതറാനും കൂടി പറ്റുന്ന ഈ മനുഷ്യനെ എന്തിനാണ് നീ നിന്റെ ഉത്തരവാദപ്പെട്ട ഖലീഫയാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. എനിക്ക് നിങ്ങൾക്കറിയാത്ത ഇനിയും പല യാഥാർത്ഥ്യങ്ങളും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം. അവന് കുഴപ്പം സൃഷ്ടിക്കുവാനും നാശം വിതറാനും മാത്രമല്ല,
നിങ്ങളാകുന്ന മാലാഖകളാകുന്ന നിങ്ങളുടെ ലോകത്തേക്കാൾ പരിശുദ്ധവും ശാന്തഗംഭീരവുമായ ഒരു പ്രപഞ്ചത്തെ വേണമെങ്കിൽ സൃഷ്ടിക്കുവാനും സംവിധാനിക്കുവാനും അവർക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ലോകത്തിലുള്ള സർവത്ര വസ്തുക്കളും അത് അല്ലാഹുവിൻ്റേത് മാത്രമാണ്. ഒരു വസ്തു അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്നത് ഒരു സാമാന്യ സത്യം മാത്രമാണ്. ഇത് നാം പഠിച്ച ഒരു വിഷയമാണ്. ഈ അല്ലാഹുവിൻ്റെ ഈ സാമ്രാജ്യത്തിൽ, ഈ ലോകമാകുന്ന അല്ലാഹുവിൻ്റെ ഈ മഹാരാജ്യത്ത് അവന്റെ ഉത്തരവാദപ്പെട്ട പ്രതിനിധികളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവൻ നേരിട്ട് നിശ്ചയിച്ചയച്ചിട്ടുള്ള പല യോഗ്യതകളും പല പവറുകളും നൽകി നിശ്ചയിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദപ്പെട്ട ഖലീഫ പ്രതിനിധിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. താൻ ഏതൊരു അള്ളാഹുവിൻ്റെ ഉത്തരവാദപ്പെട്ട എംബാസിഡർ ആണോ, പ്രതിനിധിയാണോ, ആ അള്ളാഹുവിൻ്റെ ആഗ്രഹത്തിനും ഉദ്ദേശത്തിനും അവന്റെ നിശ്ചയത്തിനും അനുസൃതമായി മാത്രമേ ആകാൻ പാടൂ. ആ യജമാനനാകുന്ന അള്ളാഹുവിൻ്റെ ഉദ്ദേശ ആഗ്രഹത്തിന് വിപരീതമായി അവന്റെ മഹാരാജ്യമാകുന്ന ഈ ലോകത്ത് ജീവിക്കുക എന്നത് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ധിക്കാരമായിരിക്കും. ആ ധിക്കാരത്തിന്റെ പേര് രാജ്യദ്രോഹം എന്നാണ് നമ്മുടെ ഭാഷയിൽ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട എംബാസിഡർമാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള ഇതര രാഷ്ട്രങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാലാകാലവും നിശ്ചയിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഈ അംബാസിഡർമാരെ നിശ്ചയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഇന്ത്യയെ മനസ്സിലാക്കി കൊടുക്കാൻ, ഇന്ത്യ രാജ്യത്തിന്റെ താൽപര്യം ഹനിക്കപ്പെടുന്നുണ്ടോ എന്ന് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കാൻ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉത്തമ താൽപര്യത്തിന് വിപരീതമായി വല്ലതും ഇതര രാഷ്ട്രങ്ങളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉടനെ അതിന്റെ റിപ്പോർട്ട് ഇങ്ങോട്ട് എത്തിക്കുവാനും അതിനെ പ്രതികരിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ തൽക്ഷണം ചെയ്യുവാനും വേണ്ടിയാണ് അംബാസിഡർമാരെ നിശ്ചയിക്കപ്പെടുന്നത്. ഈ അംബാസിഡർമാർക്ക് വേണ്ടി ഈ ഇന്ത്യ മഹാരാജ്യം എന്തൊക്കെ ഓരോ വർഷത്തിലും എത്ര ലക്ഷമല്ല കോടി രൂപയാണ് ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിൽ രൂപ ഇന്ത്യ ഗവൺമെന്റിന്റെ വകയായി തന്റെയും കുടുംബത്തിന്റെയും ആവശ്യത്തിന് വേണ്ടി വർഷം പ്രതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇന്ത്യ രാജ്യത്തിന്റെ താൽപര്യത്തിന് വിപരീതമായിട്ടാണ് ഇതര രാഷ്ട്രങ്ങളിൽ അയാൾ ചലിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടിക്കൊണ്ടും ജീവിച്ചുകൊണ്ടും ഇരിക്കുന്നത് എങ്കിൽ അയാൾ കൊലക്കുറ്റത്തിന് അർഹപ്പെട്ടവനായിത്തീരും. കൊല്ലപ്പെടേണ്ടവനാണ് അയാൾ, വെച്ചേക്കാൻ പാടില്ലാത്തവനാണ്. ഒരു ഭാഗത്ത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വത്ത് തന്റെയും കുടുംബത്തിന്റെയും ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് കൊല്ലം പ്രതി ലക്ഷങ്ങളല്ല കോടികൾ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് അയാൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ ആ നന്ദിക്ക്, ആ ഉപകാരത്തിന് നന്ദി എന്ന വണ്ണവും ഇന്ത്യയുടെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലക്കും പുറം രാജ്യത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ഉത്തമ താൽപര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ബാധ്യസ്ഥനായ ഈ വ്യക്തി ഈ രാജ്യത്തിന്റെ താൽപര്യത്തിന് വിപരീതമായിട്ടാണ് അവിടെ ഇതര രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ആ രാജ്യങ്ങൾ കൊറ്റിക്കൊടുക്കുന്നു. ഈ രാജ്യത്തെ വളരെ വഷളായ രൂപത്തിൽ അവിടെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് ഹാനികരമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ
അയാൾ ഏറ്റവും വലിയ വഞ്ചകനാണ്, ഏറ്റവും വലിയ നന്ദികെട്ടവനാണ്. ഒരു നിമിഷവും അയാളെ വക്കാൻ പാടില്ലാത്തവണ്ണം കൊല്ലപ്പെടേണ്ടവനാണ്. എങ്കിൽ ഇത് നമുക്ക് മനസ്സിലാകുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റേത് മാത്രമാകുന്ന ഈ പ്രപഞ്ചത്തിൽ ജീവിതത്തിന്റെ എല്ലാ സെക്കൻഡിലും അവന്റെ ഒന്നല്ല 1000 അനുഗ്രഹങ്ങൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഇംഗിതത്തിന് മാത്രം വിധേയമായി ജീവിക്കുവാൻ അർഹപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിന്റെ ഇംഗിതവും ഇഷ്ടവും പരിഗണിക്കാതെ അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത രീതിയിലാണ് ഈ ലോകത്ത് അയാൾ ജീവിക്കുന്നതെങ്കിൽ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ ഫാസിക്കാണ്, ധിക്കാരിയാണ്. ആ ധിക്കാരി ക്ഷമ അർഹിക്കുന്നവനല്ല. അയാൾ ഫാജിറാണ്, അയാൾ മഹാ തെമ്മാടിയാണ്, അയാൾ ഹായിൻ വഞ്ചകനാണ്. ഈ കാര്യം വളരെ ആഴത്തിൽ സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മനുഷ്യർക്ക് മൊത്തത്തിൽ ബാധകമാണ് ഈ കാര്യമെങ്കിൽ മുസ്ലിങ്ങളും മുഅ്മിനുകളും എന്ന് സ്വയം വിശ്വസിക്കുകയും ധരിക്കുകയും പറയുകയും ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കാര്യം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ വന്ന് ഇവിടുന്ന് പോകുന്നതിനിടക്ക് അള്ളാഹുവിന്റെ ഉത്തരവാദപ്പെട്ട ഖലീഫ എന്ന ആ ഉത്തരവാദപ്പെട്ടതും ഉന്നതവുമായ സ്ഥാനത്തിന് നിരക്കുന്ന രീതിയിൽ തന്നെ ജീവിച്ചു കൊള്ളാം എന്ന് മനസാ വാച കർമ്മണ അംഗീകരിച്ചവനാണ് മുഅ്മിൻ, മുസ്ലിം എന്ന് പറഞ്ഞത്. എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിന്റെ ഈ ഖലീഫ എന്ന പദവിയുണ്ട് എങ്കിലും ആ പദവിക്കനുസരിച്ച് ജീവിച്ചു കൊള്ളാം തെറ്റാതെ എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടില്ല. വിശ്വാസികൾ എന്ന് പറയുന്ന മുഅ്മിനുകൾ, മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പ്രതിജ്ഞാവാചകം ബോധപൂർവം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ ഉത്തരവാദപ്പെട്ട ഖലീഫയായി ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ജീവിച്ചു കൊള്ളാം എന്ന് സ്വയം സമ്മതിച്ചു പറഞ്ഞിട്ടുള്ളവനാണ് ഈ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന നമ്മൾ. ഇത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഖിലാഫത്ത് സ്ഥാനം സ്വയമേവ അംഗീകരിച്ചിട്ടുള്ള മുസ്ലിങ്ങളും മുഅ്മിനുകളുമാകുന്ന നമ്മളുടെ ജീവിതം ആ ഖിലാഫത്ത് എന്ന് പറയുന്ന മഹത്തായ പദവിക്ക് തികച്ചും അനുരൂപമായിരിക്കണം. നമ്മളോടൊന്നിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ഇതര സമുദായങ്ങൾക്ക് തുല്യമായ ഒരു ജീവിതം ഒരിക്കലും മുസ്ലിമീങ്ങളിൽ നിന്ന് കാണപ്പെടാൻ പാടുള്ളതല്ല. എല്ലാ സമുദായങ്ങളും പലിശ ഹലാലാക്കിയിരിക്കുകയാണ്, പലിശ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലിശ രാജ്യദ്രോഹ കുറ്റമാണ് അള്ളാഹുവിന്റെ അടുക്കൽ. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ പലിശ ഇടപാടെന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. ഹദീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലഈഫാണെങ്കിലും ഒരു ഹദീസിന്റെ ആശയപ്രകാരം പലിശ വാങ്ങുന്നവൻ ഉമ്മയെ സിനാ ചെയ്യുന്നവനേക്കാൾ മോശക്കാരനാണെന്ന്. പെറ്റുപോറ്റിയ മുലപ്പാലൂട്ടി വളർത്തിയ സ്വന്തം ഉമ്മയെ പരസ്യമായി വ്യഭിചരിക്കുന്നവനേക്കാൾ വൃത്തികെട്ടവനാണ് പലിശ വാങ്ങുന്നവൻ. പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടുകളും കണ്ണുനീരുകളും ചൂഷണം ചെയ്ത് അവന്റെ രക്തം ഈമ്പിക്കുടിക്കുകയാണ് പലിശ ഇടപാടിലൂടെ ഇവൻ ചെയ്യുന്നത്. അവൻ രാജ്യദ്രോഹിയാണ്. എല്ലാവരും പലിശ ഇടപാട് നടത്തുന്നുവെങ്കിൽ, എല്ലാവരും പലിശ വിസൻസാകുന്ന ബാങ്കുകൾ നടത്തുന്നുവെങ്കിൽ, ഇപ്പറഞ്ഞ അള്ളാഹുവിന്റെ ഖലീഫയായ ഒരു മുസ്ലിമിന് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ പലിശ ഇടപാട് നടത്താൻ ഒക്കുമോ? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ, സ്വയം ആലോചിച്ചു നോക്കൂ. മദ്യപാനവും മദ്യ വ്യവസായവും ഇതുപോലെ തന്നെയാണ്. ലഅനല്ലാഹു ആകില റിബാ വ മൂകിലഹു വ കാതിബഹു വ ഷാഹിദൈഹി. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്? അല്ലാഹു തആല ലഅനത്ത് ചെയ്തിരിക്കുന്നു ആകില റിബാ, പലിശ കൊടുക്കുന്നവനെയും പലിശ വാങ്ങുന്നവനെയും, വ മൂകിലഹു, പലിശ കൊടുക്കുന്നവനെയും,
വകാത്തിബഹു പലിശയുടെ ക്ലർക്കിനെയും വശായിദൈഹി പലിശക്ക് സാക്ഷി നിൽക്കുന്നവരെയും അല്ലാഹു തആല ലഅനത്ത് ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ ലയനത്തിന് അർഹമായ രീതിയിലല്ലേ ആധുനിക മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വല്ല മനസാക്ഷിക്കുത്തുമുണ്ടോ സഹോദരന്മാരെ? നമസ്കരിക്കുന്നുണ്ട്, ശരിയാണ്. നോമ്പ് നോൽക്കുന്നുണ്ട്, ശരിയാണ്. സക്കാത്ത് എന്ന പേരിൽ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്, ശരിയാണ്. ഹജ്ജ് ഒന്നിലധികം തവണ ചെയ്തിട്ട് ഇനിയും പോകണം എന്ന വലിയ പൂതിയാണ്. പക്ഷേ ഈ ആരാധനകളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഫലപ്പെടുന്ന രൂപത്തിൽ, കബൂലാക്കപ്പെടുന്ന രൂപത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. കാരണം അള്ളാഹ് നിരോധിച്ചിട്ടുള്ള പലിശ ഇടപാട് വളരെ പരസ്യമായി ആ രംഗത്ത് മത്സരമാണ് മുസ്ലിമീങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നത് നിങ്ങൾക്ക് തിരിയുന്നുണ്ടാകും. മത്സരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വടക്കൻ കേരളത്തിൽ നിന്ന് വിട്ട് സ്വല്പം തെക്കൻ കേരളത്തിലേക്ക് കടന്നാൽ മദ്യവ്യവസായം മുസ്ലിമീങ്ങളുടെ ഒരു വരുമാന മാർഗമാണ്. അതൊരു ബിസിനസ് അല്ലേ സാറേ എന്ന, ഞാനും എന്റെ കുടുംബവും കുടിക്കാതിരുന്നാൽ പോരെ? മദ്യം വാറ്റുന്നതും മദ്യക്കച്ചവടം നടത്തുന്നതും ചായ കച്ചവടം ചെയ്യുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാനും മക്കളും കുടിക്കരുത് എന്നല്ലാതെ ചായ പാർന്ന് കാശ് വാങ്ങുന്നത് പോലെ തന്നെയല്ലേ കള്ള് കുപ്പിയിലൊഴിച്ചു കൊടുക്കുന്നതും? രണ്ടും ബിസിനസ് അല്ലേ? നമ്മൾ കുടിക്കരുത് എന്നല്ലുള്ളൂ എന്നാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ജഹാലത്ത്, പലിശ, മദ്യം, മദ്യ ഇടപാട്, വ്യഭിചാരം, വേശ്യാലയം, എത്ര മുസ്ലിമീങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഇത് മൂന്നും സുലഭമായി കിട്ടും. മദ്യവും കിട്ടും, അതുപോലെ തന്നെ നല്ല സുന്ദരികളായ തരുണീമണികളെയും കിട്ടും. കാരണം ഹോട്ടൽ ജനബഹുലമായി തീരണമെങ്കിൽ ഈ ഒരൊറ്റ ഹോട്ടൽ തന്നെ ഇന്റർനാഷണൽ നിലവാരത്തിൽ അത് അറിയപ്പെടണമെങ്കിൽ ഇവിടെ റൂമെടുത്ത് താമസിക്കുന്നവർക്ക് ഇഷ്ടം പോലെ കുടിക്കാൻ വിദേശ നിർമ്മിത വസ്തു തന്നെ കിട്ടണം. ഇഷ്ടം പോലെ സല്ലപിക്കാൻ സുന്ദരികളായ മധുര 17കളെയും കിട്ടണം. അപ്പൊ ആജിയരെ, നിങ്ങളൊരു മുസ്ലിമല്ലേ? 2 തവണ ഹജ്ജ് ചെയ്തിട്ടില്ലേ? നിങ്ങൾ ഹോട്ടലിൽ എന്താണ് ഇത് കാണുന്നത് എന്ന് ചോദിച്ചാൽ അതൊക്കെ ബിസിനസ് അല്ലേ അങ്ങായി? ദുനിയാ കാര്യത്തിൽ എന്ത് നീ ഈ ദീൻകാര്യവുമായി വന്നിട്ടുള്ളത്? പാടം മുഴുത് അവിടെ അയ്യാറെട്ട് നടുമ്പോൾ അവിടെ രാസവളം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നടക്കുന്നത് പിരാന്തല്ലേ അങ്ങായി? നീ എന്തെന്നാ ഈ നടക്കാത്ത കാര്യം പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒരു തലതിരിഞ്ഞൊരു മനുഷ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മുസ്ലിം ജീവിതം എന്ന് പറയുന്നത് ഇന്ന് മിശ്രമാണ്. ഇസ്ലാമും അനിസ്ലാമും, ഈമാനും കുഫറും, തൗഹീദും ശിർക്കും, ശരിയും തെറ്റും, ഹക്കും ബാത്തിലും, നന്മയും തിന്മയും, പടച്ചവൻ പൊരുത്തപ്പെടുന്ന ഒരു ഇത്തിരിയുണ്ടെങ്കിൽ പടച്ചവൻ പൊരുത്തപ്പെടാത്ത ഒരു ഒത്തിരി, ഈ രീതിയിൽ ഇസ്ലാമെന്നും പറയാൻ പറ്റൂല, തികച്ചും അനിസ്ലാമെന്നും പറയാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള വികൃതമായ ജീവിതത്തിന്റെ ഉടമസ്ഥന്മാരായി മാറിയിരിക്കുകയാണ് മുസ്ലിമീങ്ങൾ. അവരുടെ ജീവിതം ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുവാൻ, അവരുടെ ജീവിതം ഇസ്ലാമിന്റെ സാക്ഷിയായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ പറ്റുകയില്ല, ഒരിക്കലും പറ്റുകയില്ല. എത്രമാത്രം അനാവശ്യങ്ങളുടെ പേരിൽ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഒരു പവർ, അള്ളാഹുവും അവന്റെ റസൂലും സ്വന്തം വളർത്തിയെടുത്ത അതിമഹത്തായ ഈ ഉമ്മത്ത് മുസ്ലിമയുടെ ഏറ്റവും വലിയൊരു പവർ, അവരെ ആർക്കും ഭിന്നിപ്പിക്കാൻ കഴിയുകയില്ല എന്നതാണ്. കാരണം ഉഖുവത്ത്, എന്ത് വില കൊടുത്തും കാത്തുസൂക്ഷിക്കുന്ന ഒരു സാഹോദര്യ ബന്ധമുണ്ട് അവർക്ക്. ആ സാഹോദര്യ ബന്ധം എവിടുന്നുണ്ടായി? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നവരുടെ ഈമാനിൽ നിന്നുണ്ടായതാണത്. സ്വത്തിന്റെ പേരിലുണ്ടായതല്ല, തറവാടിത്വത്തിന്റെ പേരിലുണ്ടായതല്ല, മറ്റെന്തെങ്കിലും കാരണത്താൽ ഉണ്ടായതല്ല.
അവരുടെ ആദർശത്തിന്റെ പ്രചോദനം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ പെറ്റ മക്കളെപ്പോലെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട് ഏകോദര സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്നവരാണ് എന്നും എവിടെയും. ഈമാനിന്റെ അനിവാര്യമായ തേട്ടമാണ് മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ ഏകോദര സഹോദരന്മാരായി ജീവിക്കുക എന്നത്. ഈ ഇസ്ലാമി ഉഖുവത്ത് അവരെന്ത് വില കൊടുത്തും സൂക്ഷിച്ചു പോരേണ്ടവരാണ്. അവരെന്ത് ത്യാഗം സഹിച്ചും അത് രക്ഷിച്ചു പോരേണ്ടവരാണ്. പടക്കളത്തിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ശത്രുക്കളുടെ ആയുധമേറ്റ് 6 സഹോദരന്മാർ മരണവുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. മരിക്കാൻ കിടക്കുന്ന 6 സഹോദരന്മാർക്ക് ഇപ്പോൾ അവർക്ക് ഏറ്റവും വിലപ്പെട്ടതും പ്രിയപ്പെട്ടതും ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ്. ഈ ഒരു ഗ്ലാസ് വെള്ളത്തേക്കാൾ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നും ഈ പരന്ന ദുനിയാവിൽ ആ 6 സഹോദരന്മാർക്കുണ്ടായിരുന്നില്ല. വെള്ളം 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 എന്നവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഒരു വനിതാ രത്നം, ഒരു സ്ത്രീ, മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഒരു സഹോദരൻ, ഒരു പുരുഷൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവുമായി ആ 6 ഒരാളെ സമീപിക്കുമ്പോൾ ഏതാണ്ട് ശ്വാസം തൊണ്ടക്കുഴിയിലെത്തി 1/2 സെക്കൻഡേ ഇനി ജീവിതമുള്ളൂ. ഈ അവസ്ഥയിൽ നിൽക്കുന്ന ആ മനുഷ്യന്റെ വായിലേക്ക് ഈ കയ്യിലുള്ള ഈ പ്രിയപ്പെട്ട അമൃത് അയാൾക്കന്നേരം വെള്ളം അമൃതാണ്. അത് ഒഴിച്ചു കൊടുക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ, ഒരുങ്ങിയപ്പോൾ ആ തൊണ്ടക്കുഴിയിൽ ആ മരണമെത്തിയ ആ മനുഷ്യൻ പറയുന്നു, വേണ്ട, എനിക്ക് എന്റെ സ്വന്തം അടുത്ത് കിടന്ന് വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന എന്റെ ആദർശ സഹോദരന്റെ ആഗ്രഹം അവഗണിച്ചുകൊണ്ട് അങ്ങയുടെ കയ്യിലുള്ള ഈ ഗ്ലാസ്സിലെ വെള്ളം കുടിച്ച് ദാഹം തീർത്ത് സന്തോഷപൂർവം മരിക്കുന്നതിനേക്കാൾ അടുത്ത് കിടക്കുന്ന സഹോദരൻ കുടുകുടൂ എന്ന് വെള്ളം കുടിച്ച് സന്തോഷപൂർവം മരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് മരിക്കാനാണ് എനിക്ക് സന്തോഷം. അതുകൊണ്ട് അങ്ങോട്ട് പോയി കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ 6 പേരുടെയും അടുക്കൽ ചെന്നപ്പോൾ 6 പേരും ഇതേ മറുപടിയാണ് പറയുന്നത്. 6ാമത്തെ അടുത്തെത്തിയപ്പോഴേക്കും അയാൾ മരിച്ചു കഴിഞ്ഞു. ഉടനെ 5ാമത്തെ ആളിലേക്ക് മടങ്ങി, അയാളും മരിച്ചു. അങ്ങനെ 6 പേരും ഒരു ഗ്ലാസ് വെള്ളം ആരും കുടിക്കാതെ എല്ലാവരും മരിച്ചു. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. പരിശുദ്ധ ഖുർആൻ ഒക്കെ നമുക്കറിയാം, ഇത് മാത്രം അറിയില്ല. നമ്മുടെ ജീവിതത്തിന്റെ അടിയാധാരമാകുന്ന ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഉത്തരവാദപ്പെട്ട ഖലീഫയായി ജീവിക്കുവാൻ ബാധ്യസ്ഥനായ ഈ മുസ്ലിമായ മനുഷ്യന് അവന്റെ ഖലീഫ പദവിക്ക് അനുരൂപമായി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിർദ്ദേശം നൽകപ്പെട്ടിട്ടുള്ള ആ നിർദ്ദേശത്തിന്റെ സമാഹാരമാകുന്ന ഖുർആൻ അത് മാത്രം അറിയില്ല. ബാക്കി ദുനിയാവിലുള്ള എല്ലാം അറിയാം, അത് മാത്രം അറിയില്ല. അത് നമ്മുടെ വേറൊരു വഴികേടാണ്. ഈ ഖുർആനിൽ പറയുന്നു, വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തം പ്രയാസങ്ങളും സ്വന്തം ആവശ്യങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് പരിഗണന കൽപ്പിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതാണ് സാഹോദര്യം. സ്വന്തം ആവശ്യമുണ്ട്, പക്ഷേ ആ ആവശ്യം മാറ്റിവെച്ച് സ്വന്തം സഹോദരന്റെ ആവശ്യത്തിന് പ്രഥമ പരിഗണന കൽപ്പിക്കുന്നവർ. സ്വന്തം പ്രയാസമുണ്ട്, ആ പ്രയാസം തൽക്കാലം അവിടെ അടക്കിവെച്ച് ആദർശ സഹോദരന്റെ പ്രയാസം പരിഹരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ. സ്വന്തം ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ട് സഹിച്ച് ആദർശ സഹോദരന്റെ ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ പ്രഥമ പരിഗണന കൽപ്പിക്കുന്നവർ. ഇതാണ് ഈമാനുള്ള സമൂഹത്തിന്റെ, ഇസ്ലാമിക സാഹോദര്യത്തിന്റെ ഉന്നതി. ഈ സാഹോദര്യ ബന്ധത്തിന് മുമ്പിൽ അതിന്റെ അപ്പുറത്ത്
ഒരു ബന്ധവും അതിനേക്കാൾ പ്രധാനപ്പെട്ടതായില്ല. ഇത്രമാത്രം സഹോദരന്മാരായി ജീവിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള മുസ്ലിമീങ്ങൾ ഇന്നെവിടെ എത്തിയിരിക്കുന്നു? വളരെ വളരെ നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ അവർ 6000 ചേരികളായി വേറിപ്പിരിഞ്ഞ് പരസ്പരം കടിപിടി കൂടി മറ്റുള്ളവരുടെ മുമ്പിലടക്കം പരിഹാസ്യപാത്രമായി തീർന്നിരിക്കുകയാണ്. മാപ്പിളമാർക്കെന്താ പെരാന്ത് പിടിച്ചോ? അല്ല, ഇറ്റങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? പള്ളി സീല് വെച്ചിരിക്കുകയാണ്, മദ്രസ പൂട്ടിയിരിക്കുകയാണ്, ആസ്പത്രിയിൽ 10 പേർ ഒന്നായി മുറിവേറ്റ് കൊണ്ടുപോകപ്പെട്ടിരിക്കുകയാണ്. എന്തിനെ പള്ളി പൂട്ടിയത്? എന്തിനെ മദ്രസ അടച്ചത്? ഈ എട്ടും പൊട്ടും തിരിയാത്ത ഈ കുട്ടികൾ അക്ഷരം പഠിക്കുന്ന ഈ വിദ്യാലയം ദ്രോഹികളെ നിങ്ങൾ എന്തിനു പൂട്ടി? വമൻ അളലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ. ഖുർആൻ അറിഞ്ഞുകൂടല്ലോ, എന്ത് പഠിച്ചാലും അത് പഠിക്കരുത്, പിഴച്ചു പോകും എന്നാണല്ലോ വെപ്പ്. വമൻ അളലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഇസ്മുഹു. അല്ലാഹുവിന്റെ പള്ളികളിൽ അവന്റെ പരിശുദ്ധനാമം ഉച്ചരിക്കുവാനും അവന്റെ പരിശുദ്ധിയും പവിത്രതയും പുകഴ്ത്തി പറയുവാനും അവന്റെ മുമ്പിൽ സുജൂദുകളും റുക്കൂകളും ഉൾക്കൊള്ളുന്ന ആരാധനകൾ അർപ്പിക്കുവാനും സമ്മതിക്കാതെ തടഞ്ഞുവെക്കുകയും വസാഫി ഖറാബിഹ, അതിനെ ദീർഘനാളുകളായി അടച്ചു പൂട്ടിയിട്ട് അതിനെ നശിപ്പിച്ചു കളയുവാനും വേണ്ടി മുതിരുന്നവരെക്കാൾ വമൻ അളുലമു, ഈ ദുനിയാവിൽ ആരാണ് വലിയ ദ്രോഹികൾ, ലാലിമീങ്ങൾ എന്ന് അല്ലാഹു തആല ചോദിച്ച അത്രയും പടച്ചവന് ഒട്ടും തൃപ്തികരമല്ലാത്ത ഈ അവസ്ഥ ഞാനും നിങ്ങളും സൃഷ്ടിച്ചില്ലേ? കേരളത്തിൽ ഇന്ന് എത്ര പള്ളികൾ അടഞ്ഞുകിടക്കുന്നു, എത്ര ഈ കൊച്ചുകുട്ടികൾ അക്ഷരം പഠിക്കുന്ന മദ്രസകൾ പൂട്ടിക്കിടക്കുന്നു. മിഹ്റാബിൽ നിന്ന് നമസ്കരിക്കുന്ന മനുഷ്യനെ ഇമാമായി തുടർന്ന് മൗമൂമായി നമസ്കരിക്കുന്നതിന് പകരം പോയി മിഹ്റാബിന്റെ അകത്ത് കടാരി കൊണ്ട് കുത്തി കൊന്നിടുകയാണ് ചെയ്യുന്നത്. സഹോദര, എന്തൊന്നാണിത്? പറയുന്നത് നിങ്ങൾക്ക് തിരിയുന്നുണ്ടായിരിക്കും. അങ്ങനെ വളരെ പരസ്യമായി ഞാൻ പറയുന്നില്ല. 2 അക്ഷരങ്ങളുടെ പേരിലുള്ള ഭിന്നിപ്പ്, 2 അക്ഷരങ്ങളുടെ പേരിലുള്ള വിഘടനം, 2 അക്ഷരങ്ങളുടെ പേരിൽ വിശ്വാസ പ്രമാണങ്ങളിലോ ആചാര സമ്പ്രദായങ്ങളിലോ കർമാനുഷ്ഠാനങ്ങളിലോ നൂലിഴക്ക് പോലും ഒരു വ്യത്യാസമില്ലാത്ത ഈ 2 അക്ഷരങ്ങളുടെ പേരിൽ പോലും ഈ സമൂഹം ഇന്ന് വൃത്തികെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പള്ളി പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇന്നലത്തെ സംഭവം, ഞാൻ ഇന്നിവിടെ വരുന്നത് ഇരുട്ടിക്കടുത്ത ഉളി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ്. ആ ഉളിയിൽ ഇന്നലെ ഒരു മഹല്ലിൽ വലിയ സംഘട്ടനമാണ്. ആണും പെണ്ണും പുറത്തിറങ്ങി പരസ്പരം ഉഗ്ര സംഘട്ടനം. അതിന്റെ ഫലമായി പള്ളി സീലുവെക്കപ്പെട്ടു. പോലീസും പട്ടാളവും പോയി പഹേരെ മരിയങ്ങൾ നിക്കരിച്ചത്. ഇവിടെ നാട്ടിൽ വേറെ മനുഷ്യന്മാർക്ക് ജീവിക്കണം, വൃത്തികെട്ടവന്മാർ പോയി സർവം പള്ളി പൂട്ടി. മദ്രസ ആദ്യം ഒരു കൂട്ടർ തുറന്നു, പിന്നൊരു കൂട്ടർ പൂട്ടിച്ചു, പിന്നൊരു കൂട്ടർ തുറന്നു, പിന്നൊരു കൂട്ടർ പൂട്ടിച്ചു, അവസാനം പോലീസ് പൂട്ടിച്ചു. കുട്ടികളെ വേഗം പോയിക്കോളി, അടുക്കളയിൽ നിന്ന് പഠിച്ചോളിയും പോയിട്ട്. ആദ്യങ്ങൾ പഠിച്ചത് പഠിത്തത്തിന്റെ കോല ഇതാണ്. അന്തരീക്ഷം, ഭീകരമായ അന്തരീക്ഷം. 44ഉം 45ഉം ഒക്കെ പാസ്സാക്കി മനുഷ്യന് പുറത്തിറങ്ങി നടക്കാനും വയ്യ, 2 ആൾ കൂടി നിന്ന് വർത്താനം പറയാനും വയ്യ, എന്നെപ്പോലുള്ളവർക്ക് പേടിക്കാതെ യാത്ര ചെയ്യാനും വയ്യ. എന്താണത്? എവിടെ എത്തിയിരിക്കുന്നു ഈ സമുദായം? അതെ, ഇതിനെല്ലാമുള്ള മൗലികമായ കാരണം ഞാൻ ആരാണ് എന്നത് ഇവിടുത്തെ പണ്ഡിതന്മാർ മറന്നു. ഞാൻ ആരാണ് എന്നത് ഇവിടുത്തെ പൗരമുഖ്യന്മാർ വിസ്മരിച്ചു. ഞാൻ ആരാണ് എന്നുള്ളത് ഇവിടുത്തെ മിക്കവാറും മുസ്ലിം സ്ത്രീ പുരുഷന്മാർ മറന്നുപോയി. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടവനല്ല, ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവനല്ല,
ഞാൻ എന്ത് വിട്ടുവീഴ്ച ചെയ്തും എന്ത് വില കൊടുത്തും ഇസ്ലാമിക ജീവിതവും ഇസ്ലാമിക സാഹോദര്യവും പുലർത്താൻ കടപ്പെട്ടവനാണ്. കാരണം അള്ളാഹു അത് മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്. അവന്റെ ഇഷ്ടം മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ബാധ്യസ്ഥനാണ് ജന്മന. അതിനു പുറമെ ഷഹാദത്ത് കലിമ ചൊല്ലിയതിന്റെ പേരിൽ പ്രത്യേകിച്ചും ഈ ഭൂമിയിൽ ഞാൻ, കാരണം ഞാൻ അവന്റെ ഖലീഫയാണ്. അള്ളാഹുവിന്റെ ഖലീഫന്മാര് തമ്മിൽ ചണ്ട കൂടാറില്ലല്ലോ. പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ ഒരു നാട്ടിൽ അവിടുത്തെ അംബാസിഡറും അവിടുത്തെ ഹൈക്കമ്മീഷണറും ഭയങ്കര ലഹള. നോക്കുമ്പോ ആരാണ്? ഇന്ത്യ ഗവൺമെന്റ് അംബാസിഡറാണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ പിന്നെ ഹൈക്കമ്മീഷണറുമാണ്. ഇവര് തമ്മിൽ മഹാലഹള. ലഹളയുടെ ഫലമായി ഒരാൾ ചത്തു, മറ്റേയാള് ചാകാൻ കിടക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട് കഥ? എങ്ങനെയുണ്ട് കഥ? ഇത് അവർക്ക് ചേർന്നതാണോ? ഇതുപോലെ ഇതിനേക്കാൾ വഷളല്ലേ? അള്ളാഹുവിന്റെ ഭൂമിയിൽ അവൻ ഇഷ്ടപ്പെടുന്നത് മാത്രമായ ജീവിതം നയിക്കുവാൻ ബാധ്യസ്ഥരായ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ. ഇവിടെ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത മലക്കുകൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവർ ഈ ആദി കൂട്ടരാ, സാധനങ്ങൾ കുറച്ച് ബെടക്കാണ്. അപ്പോ സംഗതി മലക്കുകൾക്കേ മനസ്സിലായത്, അള്ളാഹുവിന് മനസ്സിലായില്ല എന്ന് വെക്കുകയോ നഊദു ബില്ലാഹ്, അങ്ങനെ വെക്കാൻ നിർവാഹമില്ല. പക്ഷേ മനുഷ്യൻ അവനെ മറന്നു. അവനെ മറന്നപ്പോൾ അവനിലുള്ള നന്മകൾ മങ്ങി, അവനിൽ പിശാച്ച് അധികാരം ചെലുത്തി വാണു. അവന്റെ ദുശ്ശക്തികളും ദുരാഗ്രഹങ്ങളും ഉയർന്നു വന്നു. അങ്ങനെ മനുഷ്യൻ വേണമെങ്കിൽ മൃഗമാകാനും അവന് കഴിയും, വേണമെങ്കിൽ മലക്കിനേക്കാൾ ഉയരാനും അവന് കഴിയും. മൗലികമായി മനുഷ്യൻ അള്ളാഹുവിന്റെ ഖലീഫയാണ്. ഈ ഖിലാഫത്ത് സ്ഥാനം മറന്നുകൊണ്ട് ആര് ജീവിച്ചാലും അന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞതുപോലുള്ള അവസ്ഥാവിശേഷങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക. ഈ നാട് യഥാർത്ഥത്തിൽ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, പാലും തേനും ഒഴുകുന്ന ഒരു സ്വതന്ത്ര ഇന്ത്യ മഹാരാജ്യം സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ പൂർവികരും നേതാക്കളുമാകുന്ന ആൾക്കാർ സർവസ്വവും അർപ്പിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായി. പലരും മരിച്ചു, പലരും ഭംഗം സംഭവിച്ചവരായി, പലരും നാടുകടത്തപ്പെട്ടു, അങ്ങനെ പലതും സംഭവിച്ചു. എങ്കിലും അവർ കൊതിച്ചിരുന്ന പാലും തേനും ഒഴുകുന്ന വിവിധ വർണ്ണങ്ങളും വിവിധ വർഗങ്ങളും വിവിധ ജാതികളും ഒന്നിച്ച് ഒരുപോലെ സഞ്ചരിക്കുന്ന ജീവിക്കുന്ന ഒരു സ്വർഗരാജ്യമല്ല ഇവിടെ പുലർന്നത്. പാലിന് പകരം മനുഷ്യരക്തം, പാലിന് പകരം മനുഷ്യരക്തം, പഴത്തിന് പകരം മനുഷ്യന്റെ തലയോട്. അതാണ് ഇവിടെ ഒഴുകുന്നത്, അതാണ് ഇവിടെ ഒഴുകുന്നത്. മനുഷ്യൻ ആരാണെന്ന് അവൻ മറന്നു. മുസ്ലിമീങ്ങളെങ്കിലും ഇത്രമാത്രം അധപ്പതിക്കാൻ പാടില്ലായിരുന്നു. അധപ്പതിച്ചതിന്റെ ഫലമായി അള്ളാഹു അവരുടെ നേരെ അവന്റെ ശിക്ഷയുടെ ചെമ്മട്ടി ഓങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തുനിന്ന് മുസ്ലിമീങ്ങൾ അപമാനിതരായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനൊരറുതിയും ഇതിനൊരവസാനവും വേണമെങ്കിൽ അവരവരുടെ യഥാർത്ഥ പദവിയിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അഥവാ അള്ളാഹുവിന്റെ ഖലീഫയാണ് എന്ന പദവിയിലേക്ക് മടങ്ങി ആ പദവിക്കനുസൃതമായ ജീവിതം നയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസും അതുപോലെ തന്നെ ഫരീദാബാദിലെ ബാബരി മസ്ജിദും മാത്രമല്ല, അവസാനം നിങ്ങളുടെ പരിശുദ്ധ കഅബ എന്ന് പറയുന്ന ആ പുണ്യഭവനവും നിങ്ങളുടെയെല്ലാം കണ്ണിലുണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പടുത്തുയർത്തിയ മസ്ജിദുൻ നബവിയും ആ മസ്ജിദുൻ നബവിയുടെ ചാരിൽ അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഷരീഫും ഓക്കെ ഇവിടുത്തെ ഫാസിസ്റ്റ് സവർണ ഫാസിസ്റ്റുകാർ ബാബരി തകർത്തതുപോലെ ആ കഅബയും ആ മസ്ജിദുൻ നബവിയും ആ റൗള ഷരീഫയും ഇവിടെ എല്ലാ പ്രതിരോധ ശക്തികളെയും പുച്ഛമായി കണ്ടുകൊണ്ട് തട്ടിത്തകർത്തുകൊണ്ട് ലോകത്തെ അടക്കി വാഴാനുള്ള ആഗ്രഹത്തോടും കെൽപ്പോടും പ്ലാനോടും കൂടി വളർന്നു വരുന്ന ജൂതനാൽ നിങ്ങളുടെ പരിശുദ്ധ കഅബ പൊളിച്ചു മാറ്റുന്നത് കാണേണ്ടി വരും. നിങ്ങൾ
നിങ്ങളുടെ മസ്ജിദുൻ നബവി തീ കൊടുത്ത് അഗ്നിക്കരിയാക്കി കരിച്ചു കളയുന്നത് നിങ്ങളുടെ ഈ കണ്ണുകൊണ്ട് കാണാനുള്ള നിർഭാഗ്യവാന്മാരായിത്തീരുന്നു. നിങ്ങളുടെ റൗള ഷരീഫ് മാന്തി ആ പുണ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് എടുത്തു കൊണ്ടുപോകുന്നത് കാണേണ്ടി വരും നിങ്ങൾ. തീർച്ചയാണ്. കാരണം ജൂതന്റെ കയ്യിൽ ഒരു മേപ്പുണ്ട്. ജൂതന്റെ കയ്യിൽ ഒരു മേപ്പുണ്ട്. ആ മേപ്പിന്റെ അകത്ത് വരച്ചു വച്ചിട്ടുള്ള ഇടങ്ങളൊക്കെ അവന്റെ പൈതൃകമാണ്. അവന് തിരിച്ചു കിട്ടേണ്ടുന്ന അവന്റെ പൂർവികരുടെ സ്വത്താണ്. അത് ഫലസ്തീൻ മുതൽ മദീന ഉൾപ്പെടെ ഹിജാസ് മഹാ അറേബ്യൻ പ്രദേശം ഒന്നായി കഅബയും റൗള ഷരീഫും മസ്ജിദുൻ നബവിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മേപ്പാണ് ജൂതന്റെ കയ്യിലുള്ളത്. അതിലെ ഫലസ്തീൻ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ആ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ അതവൻ കൈയടക്കില്ലേ? 100 കോടിയുണ്ടമ്പോൾ മുസ്ലിമീങ്ങൾ. ഈ 100 കോടിയിൽ എത്ര കോടി പണ്ഡിതന്മാരില്ല, എത്ര കോടി പണക്കാരില്ല, എത്ര കോടി പ്രഭുക്കളില്ല, എത്ര കോടി പരമാധികാര രാഷ്ട്രത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നവരില്ല. എന്നിട്ടെല്ലാം ഈ ഒരു പിടി മാത്രം വരുന്ന ജൂതന്റെ മുമ്പിൽ സർവസ്വവും പണയപ്പെടുത്തി നാണിച്ച് തലകുനിച്ച് നിൽക്കേണ്ടുന്നൊരവസ്ഥയല്ലേ ആധുനിക മുസ്ലിമീങ്ങൾക്കെന്നുള്ളത്? കാരണം നിങ്ങൾ നിങ്ങളല്ലാതായി തീർന്നു. ഇനി ഇതിനൊരു പരിഹാരം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ പദവി അഥവാ അള്ളാഹുവിന്റെ നിങ്ങൾ സ്വയം സമ്മതിച്ച ആ ഖിലാഫത്ത് പദവിക്കനുസൃതമായ ഒരു ജീവിതം നയിക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ ഇനി മുസ്ലിമീങ്ങൾക്ക് രക്ഷയുള്ളൂ. അതിലൂടെയല്ലാതെ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒന്നും വീണ്ടെടുക്കുക സാധ്യമല്ല. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു അവന്റെ ഖലീഫമാരായി മനുഷ്യനെ മൊത്തത്തിലും മുസ്ലിമീങ്ങളെ പ്രത്യേകിച്ചും ഈ ദുനിയാവിന്റെ അകത്തേക്ക് നിശ്ചയിച്ചയച്ചപ്പോൾ ഈ ഖലീഫക്ക് അനുരൂപമായ ജീവിതമാണോ ഈ മനുഷ്യൻ നയിക്കുന്നത് അല്ലയോ എന്ന് വീക്ഷിച്ച് നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ഓരോ മനുഷ്യന്റെയും കൂടെ അല്ലാഹു തആല പ്രത്യേകം മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങളിൽ ഓരോരുത്തന്റെയും കൂടെ നിരീക്ഷകന്മാരുണ്ട്. നിങ്ങൾക്കൊരു പക്ഷെ ഈ നഗ്നമായ കണ്ണുകൊണ്ട് അവരെ കണ്ടില്ല എന്ന് വന്നേക്കാം. ഓരോ മനുഷ്യന്റെയും കൂടെ നിരീക്ഷകന്മാരുണ്ട്. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ. ആ നിരീക്ഷകന്മാർക്ക് ആരോടും പ്രത്യേക അടുപ്പവുമില്ല, ആരോടും പ്രത്യേക അലോഗ്യവുമില്ല, മാന്യന്മാരാണ്. അവരെന്താണ് നിരീക്ഷിക്കുന്നത്? മനുഷ്യ ജീവിതമാണ് നിരീക്ഷിക്കുന്നത്. അവർ നിശ്ചയിക്കപ്പെട്ട ഓരോ മനുഷ്യന്റെയും കൂടെ രാപ്പകൽ നിസ്കരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് നീ ളുഹ്റ് വരെ നീ എന്റെ ഇഷ്ടം പോലെ, നാട്ടുകാരൊക്കെ എങ്ങനെയാണോ കച്ചവടം ചെയ്യുന്നത് അതുപോലെ ആനക്കളവ് പറഞ്ഞിട്ടാണെങ്കിലും ശരി, അതുപോലെ തന്നെ അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിട്ടാണെങ്കിലും ശരി, മായം ചേർത്തിട്ടാണെങ്കിലും ശരി, എന്താക്കിയിട്ടാണെങ്കിലും ശരി കച്ചവടം ചെയ്ത് അവിടെ ഒന്നും ഞങ്ങൾ വരുന്നില്ല, അത് ദുനിയാക്കാര്യം എന്ന് പറഞ്ഞു വിട്ടോ. വയലുല്ലിൽ മുത്തഫിഫീനല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യظنു അന്നഹും ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. വയലുൻ, നരകത്തിലെ ആ പ്രത്യേകമായ ആ മേഖല, ആ വയലെന്ന് പറയുന്ന ആ നരകം, അത് എല്ലാവർക്കുമല്ല, അത് കുറച്ച് ഉയർന്ന നരക. അവിടെ നരകതുല്യമായ അനുഭവങ്ങൾ, അതിന്റെ ഹൈ ലെവലിൽ അനുഭവിക്കാൻ മാത്രമുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യപ്പെട്ട പ്രത്യേകമായ ഒരു താഴ്വരയാണത്. അത് ലിൽ മുത്തഫിഫീൻ, മുത്തഫിഫീങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വയൽ. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കൃത്യമായും അതിൽ കുറച്ച് കൂടുതലുമായിട്ടും അളന്നും തൂക്കിയും ഒക്കെ എടുക്കും. വൈദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ,
അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ കരറ്റിലും കുറച്ച് അളത്തത്തിലും തൂക്കത്തിലും ഒക്കെ കുറവ് കാണിച്ച് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയുള്ള കച്ചവടക്കാർക്കാണ് ഈ വയല് എന്ന് പറയുന്ന നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അളീം. അല്ലാഹു ചോദിക്കുന്നത് എന്താണ്? ഈ മുത്തഫിഫീങ്ങൾ എന്ന് പറയുന്ന സ്വഭാവത്തിലുള്ള ഈ കച്ചവട വ്യവസായ ബിസിനസ്സുകാർക്ക് വിശ്വാസമില്ലേ? അന്നഹും മബ്ഊസൂന ലിയൗമിൻ അളീം, ഒരു ഘോരമായ ഒരു മഹാ നിർണായക ദിവസത്തിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന്. യൗമ യഖൂമുസ്നാസു ലിറബ്ബിൽ ആലമീൻ, മനുഷ്യരെല്ലാവരും മലക്കുകളാൽ രേഖപ്പെടുത്ത അവരുടെ ജീവിതത്തിന്റെ റിപ്പോർട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടാൻ വേണ്ടി ആ സർവജ്ഞനായ അള്ളാഹുവിന്റെ സന്നിധിയിൽ വിറച്ചു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഈ കച്ചവടക്കാർ ഹാജരാക്കപ്പെടുകയില്ല എന്നാണോ അവർ മൗഢ്യമായി ധരിച്ചത് എന്ന് അല്ലാഹു തആല ഖുർആനിൽ ചോദിക്കുമ്പോൾ ഇവിടെ മലക്കുകൾ ഉണ്ടാവൂലേ? ദുനിയാക്കാര്യം എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുകയാണ് ജീവിതത്തിന്റെ 75% കാര്യങ്ങളും. ദീൻ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ചെല്ലലും കുറച്ച് പറയലും കുറച്ച് കുമ്പിടലും കുറച്ച് നീരലും, അതൊക്കെ അത് കഴിഞ്ഞാൽ ദീൻ കാര്യം നടപടിയായി. പിന്നെ ഒക്കെ ദുനിയാക്കാര്യം അവിടെ ജൂതൻ ചെയ്യുന്നത് പോലെയും ക്രിസ്ത്യാനി ചെയ്യുന്നത് പോലെയും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയും മാപ്പിളക്കും ചെയ്യാമെന്ന ഭീമമായ തെറ്റിദ്ധാരണ വന്നിരിക്കുക. അല്ല സഹോദരാൻ, എന്റെ ജീവിതത്തിന്റെ ഒരക്ഷരവും വിടാതെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ. ആ വിചാരണ നാളിൽ, ആ ഖിയാമത്ത് നാളിൽ ഓരോ മനുഷ്യന്റെയും കയ്യിൽ നാം ഏൽപ്പിക്കുന്നതാണ്. നേരത്തെ അവന്റെ കൂടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സഞ്ചരിച്ചുകൊണ്ട് നിരീക്ഷിച്ച് മലക്കുകളാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അവന്റെ ജീവിതത്തിന്റെ ശരിയായ റിപ്പോർട്ട് ഓരോ മനുഷ്യന്റെയും കയ്യിൽ കൊടുക്കും ഖിയാമത്ത് നാളിൽ. എന്നിട്ട് അള്ളാഹുവിന്റെ ഓർഡർ, ഇഖ്റ, വായിക്ക്. അതിങ്ങനെ പേറാൻ വേണ്ടി തന്നതല്ല. നിനക്ക് ഒരിക്കലെങ്കിലും ഒന്ന് മനസ്സിലാകണല്ലോ, എന്റെ ജീവിതം എത്രമാത്രം നന്നായിരുന്നു, വൃത്തികെട്ടിയിരുന്നു എന്നൊക്കെ നിനക്കൊന്ന് മനസ്സിലാകണ്ടേ? ഇഖ്റ, വായിക്ക്. അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ? കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. നിന്നെ വിചാരണ ചെയ്ത് നിന്റെ ഭാവി വിധിക്കുവാൻ ഇന്ന് വേറെ പുറത്തുനിന്നാരും വരേണ്ടതില്ല. ഈ ഗ്രന്ഥം വായിച്ചാൽ നിനക്ക് തന്നെ മനസ്സിലാകും നിന്റെ ഭാവി നരകത്തിലോ സ്വർഗത്തിലോ എന്ന്. അത് വായിക്കൂ എന്ന് പറയുന്നു. വവുളിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസാഹാ വവജദൂ മാ അമിലൂ ഹാദിറൻ വലാ യളിമു റബ്ബുക അഹദാ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ വവിരിദൂ അലാ റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മർറ ബൽ സഅംതും അല്ലം നജഅല ലക്കും മൗഇദാ വവുളിയൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസാഹാ വവജദൂ മാ അമിലൂ ഹാദിറൻ വലാ യളിമു റബ്ബുക അഹദാ. വെള്ളിയാഴ്ച തോറും ഭക്തിപൂർവം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണിത്. ഈ ആയത്തിന്റെ ഉള്ളടക്കം, ഈ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിതം എത്ര സൂക്ഷിച്ചും കരുതിയും കൈകാര്യം ചെയ്യണം എന്ന ബോധം ഈ സൂറത്തുൽ കഹ്ഫ് ഓതിയ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച സഹോദരന്മാരെ നമുക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ ഓതുന്നു. കാരണം ഈ സമുദായത്തോട് ചെയ്ത ഏറ്റവും വലിയ ധിക്കാരം ഈ സമുദായത്തിലെ ജനകോടികളെയും അവരുടെ ജീവിതത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധ ഖുർആനെയും തമ്മിൽ വേർപ്പെടുത്തി എന്നതാണ് ഈ സമുദായത്തോട് ചെയ്ത ധിക്കാരം. അതിനേക്കാൾ വലിയ ധിക്കാരം ഈ സമുദായത്തോട് ആരും ചെയ്തിട്ടില്ല.
ജീവിതത്തിൽ അബദ്ധമേതാണ്, സുബദ്ധമേതാണ്, ശരിയേതാണ്, തെറ്റേതാണ് എന്നവർക്ക് പകൽ വെളിച്ചം പോലെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രകാശത്തിന്റെ ദീപശിഖയാകുന്ന പരിശുദ്ധ ഖുർആനും ഈ സമുദായവും തമ്മിൽ 1000 മൈൽ അകലെ അകറ്റി നിർത്തിയതാണ് ഈ സമുദായത്തോട് ചെയ്ത വലിയ ധിക്കാരം. അതുകൊണ്ട് അവർ ഒന്നുകൊടുത്ത് ഭക്തിപൂർവം സൂറത്തുൽ കഹ്ഫ് ഓതുന്നു. ഈ വരികൾ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് വികാരമൊന്നും ഉണ്ടാകുന്നില്ല. വഹശർനാഹു, ഈ മരിച്ചു കിടന്ന കോടാനുകോടി മനുഷ്യരെ നാം പുനർജീവിപ്പിക്കും. ഫലം നുഗാദിർ മിൻഹും അഹദാ, ഒരാളെയും വിടുകയില്ല കൊണ്ടുവരാതെ. സകലത്തിനെയും ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. വഅരിദു അലാ റബ്ബിക സഫാ, എന്നിട്ട് എന്റെ റബ്ബിന്റെ സന്നിധിയിൽ അണിയണിയായി നിർത്തപ്പെടും. ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ, ആദ്യത്തെ തവണ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ നിങ്ങളുടെ നഗ്നമത മറക്കാൻ തുണിയില്ലാതെ, നിങ്ങളുടെ ശക്തി പ്രകടനം നടത്താൻ കഴിയാതെ, ഒന്നിനും സാധ്യമല്ലാത്ത നിസ്സഹായമായ അവസ്ഥയിൽ നിങ്ങൾ എന്റെ മുന്നിൽ വന്നു നിന്നിരിക്കുക. ബൽ സഅംതും മല്ലം നജഅല ലക്കും മൗഇദ, ഇങ്ങനെയുള്ള ഒരു സമ്മേളനം ജീവിതത്തിന്റെ ഒരു പരിണാമദശയിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ വിചാരിച്ചില്ല ജീവിച്ചപ്പോൾ. അവിടെ വരുമ്പോ നോക്കാം. ഇപ്പത്തെ കാര്യം നോക്കടോ, ഇപ്പത്തെ കാര്യം കഴിയട്ടെ. പിന്നെ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ആഖിറത്തിന്റെയും ഒക്കെ കാര്യമുണ്ടല്ലോ. അതൊക്കെ ഇന്നലെയും മിനിയാന്നും അവന്മാരൊക്കെ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ വരുമ്പോ നോക്കാം. ഇതുവരെ ഏതായിരുന്നാലും പലരുടെയും ഉറക്കത്തോടുകൂടി രക്ഷപ്പെട്ടു പോന്നല്ലോ. ഇൻഷാ അല്ലാഹ് അവിടെയും പലരും ഒക്കെ ഉറക്കം ചെയ്യാനുണ്ടാകും. ബൽ സഅംതും മല്ലം നജഅല ലക്കും മൗഇദ വഉദിയൽ കിതാബ്, ആ മേൽപ്പറഞ്ഞ ആ മലക്കുകളാൽ തയ്യാർ ചെയ്യപ്പെട്ട ജീവിതത്തിന്റെ റിപ്പോർട്ട് ഓരോരുത്തന്റെയും കൈവശം കൊടുക്കപ്പെട്ടു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വായിക്കാൻ തുടങ്ങുമ്പോൾ ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹ്, ജീവിതം എന്താണെന്നും ജീവിതം എന്തിനു വേണ്ടിയാണെന്നും ഒരു മൂമിനും ഒരു മുസ്ലിമും ഇവിടെ അള്ളാഹുവിന്റെ ഖലീഫ എന്ന നിലക്ക് ഇവിടെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും യാതൊരു ചിന്തയും കൂടാതെ തോന്നിവാസം ജീവിതം നയിച്ചിട്ടുള്ള മുജ്രിമീങ്ങളായ ആൾക്കാരെ ഈ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖം കറുക്കുന്നത് കാണാം, കണ്ണ് കലങ്ങുന്നത് കാണാം, വർണ്ണം വിവർണമാകുന്നത് കാണാം, ബേജാറായി നിൽക്കുന്നത് കാണാം. നബിയെ വയക്കൂലൂന, അവർ പറയും മാലി ഹാദൽ കിതാബ്, പെരുത്ത് ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, ഇതുപോലുള്ളൊരു ഗ്രന്ഥം ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ഇതെന്തൊരു അത്ഭുത ഗ്രന്ഥം. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ഞാൻ പറഞ്ഞതും ഞാൻ പ്രവർത്തിച്ചതുമായ ചെറിയ ഒരു കാര്യം പോലും ഇതിൽ രേഖപ്പെടുത്താതെ കണ്ട് വിട്ടിട്ടില്ലല്ലോ റബ്ബേ. അതിനിസ്സാരമായ ഒരു കാര്യം പോലും വെണ്ടക്കക്ഷരത്തിൽ രേഖപ്പെടുത്താതെ കണ്ട് ഈ ഗ്രന്ഥം വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. ഇതെന്തൊരു ഗ്രന്ഥം! ഈ അടിസ്ഥാനത്തിലാണ് എന്റെ ഭാവി നിർണയിക്കപ്പെടുന്നതെങ്കിൽ എന്റെ കാലാകാലത്തെ ജീവിതം നരകത്തിലല്ലേ. വവജദൂ മാ അമിലൂ ഹാദിറൻ, ഈ ഗ്രന്ഥത്തിൽ അവരുടെ ജീവിതത്തിന്റെ തനി പകർപ്പ് കാണാൻ കഴിയുന്നതിനോടൊപ്പം ഒരു ഫിലിം പ്രദർശനം നടക്കുകയാണ്. ഫിലിം പ്രദർശനം നല്ല പരിചയം ഉണ്ടാവുമല്ലോ നമുക്കൊക്കെ. വലിയൊരുനാളിനടക്കം പ്രത്യേകം ഫിലിം കാണാൻ കോഴിക്കോട് പോകുന്നവരാണല്ലോ നമ്മൾ. ഇവിടുത്തതൊന്നും മതിയാകേറ്റ്. കാരണം അവിടെ നടീനടന്മാരൊക്കെ തുണിയും കഴിച്ചിട്ട് മൃഗങ്ങളെപ്പോലെ ചെയ്യുന്നത് കാണാൻ വലിയൊരുനാളിന് പെരുത്ത് സുഖമുണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് കോഴിക്കോടോ തൃശ്ശൂരോ പാലക്കാടോ ഒക്കെ പോകും. ഉമ്മത്ത് മുഹമ്മദ് ലജ്ജയില്ലല്ലോ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ. നാണം വേണ്ട ഒന്നുമില്ലെങ്കിൽ. പൈലം തസ്തഹി ഫസനമാശയിത്ത, എടോ നിനക്ക് നാണമില്ലെങ്കിൽ പിന്നെ എന്ത് കഴുതയാകുന്നതിനെന്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. നാണമെങ്കിലും വേണം, വേറൊന്നില്ലെങ്കിലും. ഞാനൊരു മാപ്പിളയാണ്, ഒരു മുസ്ലിമാണ്, എനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ മുസ്ലിമാണെന്നറിയുന്ന മറ്റുള്ളവർ അറിഞ്ഞാൽ അത് നാണക്കേടാണ്.
എന്ന ഒരു വിചാരം പോലും നിനക്കില്ലെങ്കിൽ നിനക്ക് എന്ത് കഴുതിയാകുന്നതിനെന്താണടോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. മനസ്സിലാകണം. അവിടെ നടക്കുന്ന ഫിലിം പ്രദർശനം, വവജദൂ മാ അമിലു ഹാളിറൻ, അവരുടെ ജീവിതം അപ്പടി അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. അവരുടെ എല്ലാ നന്മകളും എല്ലാ തിന്മകളും പ്രദർശിപ്പിക്കപ്പെടും. വവജദൂ മാ അമിലു ഹാളിറൻ വലാ യളിമു റബ്ബുക അഹദാ, നിന്റെ നാഥൻ ആരോടും ഒരു അക്രമവും അനീതിയും ചെയ്യുന്നവനല്ല. ഈ വിധം നമ്മുടെ ജീവിതം അപ്പടി രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ മലക്കുകളാൽ. ഈ രേഖ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ഹാജരാക്കം നമ്മളുടെ കൈവശം നൽകപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കൊണ്ട് അത് വായിപ്പിച്ച് നമ്മുടെ ഭാവി നിർണയിക്കപ്പെടുകയും ചെയ്യും. ഉറപ്പാണ്. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഖലീഫയായി ജീവിക്കുവാൻ ബാധ്യസ്ഥരായ നമ്മൾ പിശാചിന്റെ ഖലീഫമാരായിട്ടാണ് കുറെ കാലമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പലരും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ പിശാചിനെയാണ് നമ്മൾ അനുസരിച്ചത്. അള്ളാഹുവിനെ ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ പിശാചിനെയാണ് നമ്മൾ ആരാധിച്ചത്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ പിശാചിനെയാണ് നമ്മൾ തൃപ്തിപ്പെടുത്തിയത്. പിശാച് നമ്മുടെ കഠിന ശത്രുവാണ്. അതുകൊണ്ട് പാതിരാവിന്റെ പകുതിയിൽ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ അറാതെ അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണുനീർ വാർക്കുക, ഖേദിച്ച് പശ്ചാത്തപിച്ച് ദുഃഖിച്ച് ഒരിറ്റ് കണ്ണുനീർ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പോലും ഇല്ലാത്തവണ്ണം കണ്ണ് വറ്റിപ്പോയോ? വറ്റരുത്. ഏകനായ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ വരണ്ട ജീവിതത്തിന് വേണ്ടി, ഈ മലിനപ്പെട്ട ഈ ഇതപര്യന്തമുള്ള ജീവിതം വൃത്തിയാക്കുന്നതിന് വേണ്ടി ഒരിറ്റ് കണ്ണുനീർ സംഭാവനയായി അർപ്പിക്കൂ. നാദാ, പഴച്ചു, തെറ്റിപ്പോയി, ഞാൻ എന്നോട് തന്നെ കുറ്റം ചെയ്തു, വേറെ ആരോടുമല്ല. എങ്കിലും എന്റെ തെറ്റുകുറ്റങ്ങൾ മണലാരണ്യത്തിലെ മണൽത്തരികളെക്കാൾ പെരുത്തതാണെങ്കിലും എന്റെ കുറ്റങ്ങളും കുറവുകളും ഹിമാലയ സാനുക്കളെക്കാൾ ഭീമാകാരമാണെങ്കിലും അതൊക്കെ പൊറുക്കാനും ക്ഷമിക്കാനും മാത്രം ആഴമുള്ളതാണല്ലോ എന്റെ കാരുണ്യത്തിന്റെ കടൽ. ക്ഷമിക്കണം നാഥ, പൊറുക്കണം റബ്ബേ എന്ന് ഈ കണ്ണുനീരോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ കറപുരണ്ട ഈ ജീവിതം നിവർത്തിവെച്ചുകൊണ്ട് പശ്ചാത്തപിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, വറ്റിപ്പോയ നിങ്ങളുടെ കണ്ണിൽ ഒരു തുള്ളിയെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ ഒഴുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, കഴിഞ്ഞുപോയ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ സമ്മതിച്ചു പറഞ്ഞുകൊണ്ട് ഭാവിയിൽ ഇനി സംഭവിക്കുകയില്ല ഇത്തരം തെറ്റുകുറ്റങ്ങളെന്ന് പ്രതിജ്ഞയെടുക്കാൻ നിങ്ങൾക്ക് സന്മനസ്സുണ്ടെങ്കിൽ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തെറ്റും അല്ലാഹു പൊറുക്കും. അല്ലാഹു പൊറുക്കാത്ത തെറ്റില്ല. സഹോദരന്മാരെ, പശ്ചാത്തപിക്കൂ, കണ്ണുനീർ വാർക്കൂ. കഴിഞ്ഞകാല ജീവിതം ഈ ഒരിറ്റ് കണ്ണുനീരിൽ ഒഴുകി വൃത്തിയാകും. വൃത്തിയായ ജീവിതത്തിൽ ഇനി വൃത്തികേടുണ്ടാവുന്നത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. പടച്ചവന്റെ കൽപ്പനകൾ പാലിച്ചു, അവന്റെ നിരോധങ്ങൾ വർജിച്ചു, അമ്പിയാക്കന്മാരുടെ പാത വെട്ടി തെളിയിച്ചും ആ പാതയിലൂടെ മനുഷ്യ സഞ്ചയത്തെ വഴി നടത്തുവാൻ വേണ്ടി പരിശ്രമിച്ചു. ബാക്കിയുള്ള ജീവിതകാലം ഉപയോഗിക്കണം എന്ന് മാത്രം വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ നേതാക്കൾക്കും
വിശിഷ്ട നമ്മുടെ പണ്ഡിത വൈദ്യന്മാർക്കും നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുവാനും നല്ലതിൽ താൽപര്യം കാണിക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖും മനസ്ഥിതിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما واجعلنا للمتقين إماما واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ألف بين قلوب المؤمنين ووحد صفوفهم يا مقلب القلوب. اللهم ألف بين قلوب المؤمنين ووحد صفوفهم يا مقلب القلوب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.